അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ മുഹറം മാസം ആവാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. മുഹറം മാസം എന്നത് നമ്മളെ ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് നമ്മളെ ലൈഫിൽ കുറച്ച് നല്ല നല്ല ചേഞ്ചസ് കൊണ്ടുവരണം. ഒരു ന്യൂ ഇയർ ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കണം. ദീനിൻ്റെ കാര്യത്തിലും അല്ലാത്ത ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്ന് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾസ് എല്ലാം ഒരു ബുക്കിൽ എഴുതിയെടുക്കാം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബുക്ക് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മൾ ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഗോൾസ് എഴുതുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പ്ലാനർ ടിക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഗോൾസ് എഴുതി വെച്ചത് നമ്മൾ കാണുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബുക്കിൽ തന്നെ അത് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മുസ്ലിമ ഗ്ലോ അപ്പ് എന്നാണ്. പിന്നെ ഇതൊന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റിലാണ്. നമ്മളെ മൈൻഡ് സെറ്റ് നന്നായാലേ നമ്മളെ ലൈഫ് തന്നെ നന്നാവുള്ളൂ. ഇനി നമ്മളെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ട്രസ്റ്റ് അള്ളാഹ് ഇൻ എവറി സിറ്റുവേഷൻ. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കുക. ഇപ്പോൾ നമ്മളാകെ തകർന്നിരിക്കുന്നൊരു സമയമാണെങ്കിൽ അള്ളാഹുവിന് മാത്രമേ നമ്മളെ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റുക എന്നുള്ളത് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമായിരിക്കുന്ന സമയമാണെങ്കിലും ദുഃഖമുള്ള സമയമാണെങ്കിലും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം റിമെമ്പർ ഡെത്ത് ഓഫൺ. അതായത് എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കുക. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ദിവസം മരിക്കും. മരണം എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ ഡെയിലി. അതായത് ദിവസവും സ്വയം കണക്ക് ബോധിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കിടക്കാൻ നേരത്താണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തൊക്കെ മോശം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സ്വയം കണക്ക് ബോധിപ്പിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ദിവസം ചെയ്തു, ആഖിറത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഞാനിതിൽ ഇമോഷണൽ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടത് ഞാനൊരു കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് കൺട്രോൾ യുവർ ഇമോഷൻസ്. നമ്മളെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും നമ്മളെ ദേഷ്യത്തെ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ ഇനി മുതൽ നമ്മളെ ദേഷ്യത്തെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് സൊബർ. സൊബർ എന്നാൽ ക്ഷമ. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും ക്ഷമ നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്ഷമ എന്നത് ഈമാൻ്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട്. അടുത്തതായിട്ട് അവോയ്ഡ് അരോജൻസ്. നമ്മളെ മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. അഹങ്കരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നമുക്കുള്ളതെല്ലാം അള്ളാഹു തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സൗഭാഗ്യങ്ങളെല്ലാം ഇല്ലാതാക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തോടു കൂടി ഒഴിവാക്കുക. നെക്സ്റ്റ്, റിഫ്രൈൻ ഫ്രം ഗോസിപ്പ്. ഗോസിപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ അറിയാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മളവരെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അടുത്തൊരു കാര്യം, ഫോക്കസ് ഓൺ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സ്വയം നന്നാകാൻ വേണ്ടി ഫോക്കസ് ചെയ്യുക. ചില ആളുകളുണ്ട് സ്വന്തം കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നവർ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കാതെ നമ്മളെ കുറ്റങ്ങളും കുറവുകളും സ്വയം കണ്ടെത്തി അതിലൊരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദീനിൻ്റെ കാര്യങ്ങളാണ്. ഈ മുഹറം മാസം മുതൽ നമുക്ക് ദീനിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊണ്ടുവരണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാനും ശ്രമിക്കണം. അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് പെർഫോം ദി 5 ഡെയിലി പ്രേയേഴ്സ്. 5 നേരത്തെ ഫർള് നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുക. നമുക്ക് ഇടയ്ക്കൊക്കെ നിസ്കരിക്കാൻ മടിയൊക്കെ തോന്നൂലേ? നമ്മൾ മരിച്ചു പോയാൽ ആദ്യം തന്നെ ചോദിക്കുക നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ മടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പ്രേ തഹജ്ജുദ് ആൻഡ് ളുഹ. പ്രധാനപ്പെട്ട 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് തഹജ്ജുദും ളുഹായും. ഇതുവരെയും നിങ്ങൾ ഈ 2 സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളതൊന്ന് നിസ്കരിച്ച് നോക്കുക. ഈ നിസ്കാരങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ചിട്ടും നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യമാണ് റീഡ് ദ ഖുർആൻ ഡെയിലി. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുക. നമുക്കിപ്പോൾ എത്ര ടൈമില്ലെങ്കിലും ചുരുങ്ങിയതൊരു 2 പേജെങ്കിലും ദിവസം ഓതാൻ ശ്രമിക്കണം. അതുപോലെ ഓരോ മാസവും ഖത്തം ഓതാൻ പറ്റുന്നവർ അങ്ങനെ ഖത്തം ഓതുക. നാലാമത്തത് എൻഗേജ് സിക്ർ ആൻഡ് സ്വലാത്ത്. സിക്കറുകളും സ്വലാത്തുകളും ധാരാളമായിട്ട് ചൊല്ലുക. ആദ്യം നമ്മൾ ഒരു ദിവസം എന്തൊക്കെ സിക്കറുകളാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടത് നമ്മൾ പ്ലാനറിൽ ആഡ് ചെയ്യുക. എല്ലാ ദിവസവും അത് മുടങ്ങാതെ ചൊല്ലുകയും ചെയ്യുക. അടുത്തതാണ് മേക്ക് ഫ്രീക്വൻറ്റ് ദുആ. നമ്മളെല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കുക. അള്ളാഹു നമുക്കത് തരും. അടുത്തത് ഫാസ്റ്റ് ഓൺ മൺഡേ ആൻഡ് തേഴ്സ്ഡേ. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പ് എടുക്കുക. നമുക്ക് ഫർള് നോമ്പ് കടം വീടാനുണ്ടെങ്കിൽ അങ്ങനെ കണക്കാക്കിയിട്ട് തിങ്കളും വ്യാഴം നോമ്പ് നോക്കാം. അതല്ലെങ്കിൽ പറ്റുന്നവരൊക്കെ തിങ്കളും വ്യാഴം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം മെയിൻറ്റെയിൻ മോഡസ്റ്റി. എളിമ നിലനിർത്തുക. നല്ല എളിമയോട് കൂടി നടക്കുക. മറ്റുള്ളവരോട് എളിമയോടെ പെരുമാറുക. അടുത്തത് കവർ യുവർ ഔറ. നമ്മളെ ഔറത്ത് മറക്കുക. നമ്മളെ മുഖം മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം ഔറത്താണ്. അപ്പോൾ ഔറത്ത് മറയുന്ന വിധത്തിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കുക. അടുത്തത് ഇൻകോപ്പറേറ്റ് റെഗുലർ വർക്കൗട്ട്സ്. നമ്മളെല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുന്നവർ അങ്ങനെ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഞാൻ ഇനി മുതൽ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നടക്കുക എന്നുള്ളത് കുറച്ച് മടിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മൾ ഹെൽത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മെയിൻറ്റെയിൻ ക്ലീൻലിനെസ്. ശുചിത്വം പാലിക്കുക. നമ്മൾ ഇസ്ലാമിൽ വൃത്തിക്ക് ധാരാളം പ്രാധാന്യം നൽകുന്നുണ്ട്. വൃത്തിയോടെയും ശുദ്ധിയോടെയും നടക്കുന്ന ആളുകളെയാണ് അള്ളാഹു കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്. അടുത്തത് ഫോളോ ഹെൽത്തി ഡയറ്റ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മൾ കണ്ണിൽ കണ്ട ഫുഡെല്ലാം വാരി വലിച്ച് കഴിക്കാതെ ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കുക. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അടുത്തത് കൺസ്യൂം ഫുഡ്സ് റെക്കമെൻഡഡ് ബൈ ദ പ്രോഫിറ്റ്. അതായത് നമ്മൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക.
അതായത് കാരക്ക, ഈത്തപ്പഴം, തേൻ, പാല് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കുക. അടുത്തത് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ഷോ റെസ്പെക്റ്റ് ടു എവ്രി വൺ. മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കുക. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് തിരിച്ച് നമുക്കും റെസ്പെക്റ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരോട് റെസ്പെക്റ്റ് കാണിക്കുക. അടുത്തത് ഫോസ്റ്റർ കണക്ഷൻ വിത്ത് ഫാമിലി. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. ഇസ്ലാമിൽ കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധം നിലനിർത്തുക. അടുത്തത് അസോസിയേറ്റ് ഓൺലി വിത്ത് ദോസ് ഹൂ ട്രസ്റ്റ് യു. നമ്മളെ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുക. വിശ്വാസം എന്നത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ നമ്മളൊരിക്കലും നിരാശപ്പെടുത്താതെ ആ വിശ്വാസം നിലനിർത്തുക. ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് സ്റ്റേ എവേ ഫ്രം ലിയേഴ്സ് ആൻഡ് ചീറ്റേഴ്സ്. അതായത് നുണ പറയുന്ന ആളുകളിൽ നിന്നും ചതിയന്മാരിൽ നിന്നും വിട്ടു നിൽക്കുക. ഇങ്ങനെ ചതിയന്മാരും നുണയന്മാരും ആയിട്ടുള്ള ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിക്കുക. പിന്നെ നമ്മൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ചതിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ല. അതിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇനി നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഏൺ ഹലാൽ ഇൻകം. ഹലാലായിട്ടുള്ള വരുമാനം കണ്ടെത്തുക. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അടുത്തത് സ്പെൻഡ് മണി ഓൺ ഹലാൽ നെസസിറ്റീസ്. അതായത് ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമ്പാദ്യം ഉപയോഗപ്പെടുത്തുക. ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക. അടുത്തതായിട്ട് ഗീവ് ടു ചാരിറ്റി. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുക സ്വതക്ക നൽകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്നതായിരിക്കണം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൽ പറയുന്നത്. അടുത്തതായിട്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഡീപ്പൻ യുവർ നോളേജ് ഓഫ് യുവർ അള്ളാഹ്. അതായത് അള്ളാഹുവിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക. അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് അസ്മാ ഉൽ ഹുസ്ന. അസ്മാ ഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ നമ്മൾ ജേർണലിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ജേർണലിങ് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ അതിലൊക്കെ നമ്മൾ അസ്മാ ഉൽ ഹുസ്ന ജേർണലിങ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അടുത്തതാണ് അണ്ടർസ്റ്റാൻഡ് യുവർ റിലീജിയൻ. അതായത് നമ്മളെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്മളെ മതം, എന്താണ് നമ്മളെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്മളെ മതത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് കൾട്ടിവേറ്റ് ജനറൽ നോളേജ്. അതായത് ജനറൽ ആയിട്ടുള്ള നോളേജും നമുക്കുണ്ടായിരിക്കണം. അടുത്തത് റീഡ് ബുക്സ്. നല്ല നല്ല ബുക്സ് വായിക്കുക. ബുക്സ് വായിക്കുമ്പോഴാണ് നമുക്ക് നല്ല അറിവുകൾ ലഭിക്കുന്നത്. അടുത്തത് ഡെവലപ്പ് ഹോബീസ്. നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് കണ്ടെത്തുക. ആ ഹോബീസിനെ വളർത്തിയെടുക്കുക. അടുത്തതാണ് സീക്ക് നോളേജ് ത്രൂ കണ്ടിന്യൂസ് ലേണിംഗ്. അതായത് തുടർച്ചയായ പഠനത്തിലൂടെ അറിവുകൾ നേടിയെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് പുറത്തൊന്നും പോയി പഠിക്കണം എന്നല്ല പറയുന്നത്. നമുക്കിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ തന്നെ ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകളും ലഭിക്കും. അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അങ്ങനെയുള്ള ഓരോ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.
അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിതിൽ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ചെറിയൊരു ഇമോജി കമൻ്റായിട്ട് ഇട്ടാലും മതി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ കമൻസ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി അടുത്ത നമ്മളെ വീഡിയോ മുഹറം മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.